ഹായ് എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ഗണ്ടാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ATE അതുപോലെ ജി പിന്നെ മറ്റ് കുറച്ച് സെക്ഷൻസും കൂടി നമ്മളിതിൻ്റെ പരിധിയിൽ വരുത്തുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ ATE ഇൻഡിവിജ്വലിന് മാത്രം കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ്. കമ്പനിക്കോ അതുപോലെ HUFനൊന്നും ബാധകമല്ല. അപ്പോൾ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളി കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ലോണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റാണ്. ഹയർ എഡ്യൂക്കേഷൻ ലോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ATE എന്ന് പറയുന്നത്. E ഫോർ എഡ്യൂക്കേഷൻ എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലിമിറ്റില്ല. എത്രയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നോ ലിമിറ്റാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ലോണ് റീപേയ്മെൻറ്റ് എന്നാണോ നടത്തി തുടങ്ങിയത് അന്ന് മുതലാണ്. ഓക്കെ, 8 വർഷം വരെ നമുക്കെന്താണ് ഇത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അവൈലബിൾ ഓൺലി ഫോർ 8 years ഫ്രം ദി റീപേയ്മെൻറ്റ് ഓഫ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ATE. പിന്നെ ATEE ഉണ്ട്, അതും ഇൻഡിവിജ്വലിന് മാത്രമുള്ളതാണ്. ഇത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസാണ്. ഒരു റെസിഡൻഷ്യൽ ഹൗസിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് മാക്സിമം 50,000 ആണ്. ഇത് പക്ഷേ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ലോൺ എന്ന് പറയുന്നത് ഈ പീരീഡിൻ്റെ ഉള്ളിൽ സാങ്ഷൻ ചെയ്തതായിരിക്കണം. 16 to 17. ലോൺ എമൗണ്ട് ഒരിക്കലും 35 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, റെസിഡൻഷ്യൽ ഹൗസിൻ്റെ വാല്യൂ 50 ലക്ഷത്തിൻ്റെ മുകളിൽ പോകാനും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ATE എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അസസിക്ക് സ്വന്തമായിട്ട് മറ്റൊരു സ്ഥലത്തും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു വീടുണ്ടാകാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ATG ഡൊണേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ അതിൻ്റെ പ്രോബ്ലം അടക്കം ചെയ്യാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ATGG ഇൻഡിവിജ്വൽ നോട്ട് റിസീവ് HR സ്വീകരിക്കാത്ത ഇൻഡിവിജ്വൽ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒരു കാര്യം മനസ്സിലാവണം. HR സ്വീകരിക്കാത്ത ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എന്താണ്, HR എന്താണ്, ഹൗസ് റെൻ്റ് അലവൻസാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് വീടില്ലെങ്കിൽ നിങ്ങൾ എന്താണ്, വാടകയ്ക്ക് താമസിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല, വാടക ഇനത്തിൽ HR ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഉള്ള ഡിഡക്ഷനാണ് ATGG എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സാണ്. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് അവർക്ക് വാടകയ്ക്ക് താമസിക്കേണ്ടി വരുമ്പോൾ അതിനവർക്ക് HR എന്ന് പറയുന്ന ഒരു അലവൻസ് കൂടി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ഡിഡക്ഷനെങ്കിലും അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ നിന്നിട്ട് വന്നതാണ് ഈ ഒരു ATGG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഫോർ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്നർത്ഥം. പക്ഷേ ഇതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് കിട്ടണമെങ്കിൽ ഷുഡ് നോട്ട് ഹാവ് ഹൗസ് ഇൻ നെയിം ഓഫ് സെൽഫ്, വൈഫ് ആൻഡ് മൈനർ ചൈൽഡ്. ഇപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ വൈഫിനോ അതുപോലെ നിങ്ങളുടെ മൈനർ ചൈൽഡിനോ ഒരു വീടുണ്ടാകാൻ പാടില്ല, എവിടെയും വീടുണ്ടാകാൻ പാടില്ല. നിങ്ങൾ HR സ്വീകരിച്ചിട്ടുണ്ടായ വ്യക്തി ആയതിൽ, അതായത് നിങ്ങൾ HR ഒരിക്കലും സ്വീകരിച്ചിട്ടും ഉണ്ടാവരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കണ്ടീഷൻസ് പാലിച്ചാൽ മാത്രമേ ATG എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഡിഡക്ഷൻ എന്ന് പറയുന്നതിൽ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. റെൻറ്റ് പെയ്ഡ് -10% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. മറ്റൊന്ന് 25% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. പിന്നെ ₹5,000 പെർ മന്ത്. ഇതിൽ ഏറ്റവും കുറവ് ഏതാണെന്ന് നോക്കും, അതായിരിക്കും നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഗ്രോസ് ടോട്ടൽ ഇൻകം, അതായത് 5 ഹെഡും കൂട്ടി കിട്ടുന്ന ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് കുറയ്ക്കണം.
അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് എന്ന് തന്നതാണെങ്കിൽ അത് കുറയ്ക്കണം. അതുപോലെ തന്നെ 80C മുതൽ 80U വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും നമ്മൾ കുറയ്ക്കണം. ഏത് ഒഴികെ 80GG ഒഴികെയുള്ള. അങ്ങനെ കിട്ടുന്നതിനെ നമ്മൾ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 25% ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് കണക്കിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിലേക്ക് പോകാം. ഇത്രയും കാര്യമാണ് 80GG എന്ന് പറയുന്നത്. അപ്പോൾ GG എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ ഗർ എന്ന് ആലോചിച്ചാലും മതി. ഗർ എന്ന് പറഞ്ഞാൽ വീടാണല്ലോ, ഗർ അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർമ്മയിൽ വെച്ചാലും മതി. ഓക്കെ, ദെൻ 80GGA എല്ലാ അസസികൾക്കും കിട്ടും. ഇതെന്താ വെച്ചാൽ ഡൊണേഷൻ ഫോർ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡൊണേഷൻ കൊടുത്തില്ലേ 100%. ഓക്കെ, അതിൽ വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. 80GGB ഇന്ത്യൻ കമ്പനിക്ക് മാത്രമാണ് കിട്ടുന്നത്. ഒരു ഇന്ത്യൻ കമ്പനി പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡിഡക്ഷനാണിത്. എത്രയാണോ യഥാർത്ഥത്തിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് അത്രയും എന്താണ് അവർക്ക് ഡിഡക്റ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാഷായിട്ടായിരിക്കരുത് കൊടുത്തത്, അത് ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ചെക്കായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാങ്കിലൂടെ പോയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. സോ ഈ രീതിയിൽ അതർവൈസ് ദാൻ ബൈ വേ ഓഫ് ക്യാഷ് അല്ലാത്ത രീതിയിൽ ചെക്കായിട്ടോ മറ്റ് രീതിയിലൊക്കെ ബാങ്ക് ഇടപാട് വരുന്ന രീതിയിൽ കൊടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ പ്യുവർ ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് 80GGB. ഓക്കെ, ദെൻ GGC ഉണ്ട്. GGC എന്ന് പറയുന്നതും സെയിം സംഭവം തന്നെയാണ്. പക്ഷേ എനി പേഴ്സൺ അതർ ദാൻ ലോക്കൽ അതോറിറ്റി ഒഴികെയുള്ള മറ്റെല്ലാ പേഴ്സൺ. ഇവിടെ ഇന്ത്യൻ കമ്പനി മാത്രം കേട്ടോ, അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതും സെയിം ആണ്, ഒരു മാറ്റമില്ല. ഈ പറഞ്ഞൊക്കെ ഇതിനും ബാധകമാണ്. അപ്പോൾ നോക്കുക 80GGA എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ ഫോർ സയൻറ്റിഫിക് ആയിട്ട് ബന്ധപ്പെട്ടാണ്. GGB ഇന്ത്യൻ കമ്പനി പൊളിറ്റിക്കൽ പാർട്ടീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. GGC ലോക്കൽ അതോറിറ്റി ഒഴികെയുള്ള മറ്റ് പേഴ്സൺസൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഒക്കെ എന്താണ് 100% തന്നെയാണ് എല്ലാവർക്കും ഡിഡക്ഷൻ കിട്ടുന്നത്. കൊടുത്ത ഡൊണേഷൻ മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്തതാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷായിട്ട് പ്യുവർ ക്യാഷായിട്ട് കൊടുക്കാൻ പാടില്ല, അല്ലാതെ ചെക്കായിട്ടോ മറ്റു രീതിയിലൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി മറ്റു കുറച്ച് ഡിഡക്ഷൻസും കൂടി പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ട് ഇതുപോലെ തന്നെ നിങ്ങളവിടെ എഴുതിയെടുത്താൽ മതി. ഓക്കെ, തിയറിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതന്നെ ധാരാളമാണ് നമുക്ക് ഒരു എക്സാമിന് എഴുതി വയ്ക്കാൻ. ഫസ്റ്റ് 80IA എന്ന് പറയുന്നത് എല്ലാ അസസിയും കിട്ടുന്നതാണ്. പ്രോഫിറ്റ് ഫ്രം ഇൻഡസ്ട്രി അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അത്തരത്തിലുള്ള പരിപാടികളിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ്, ലാഭം, അപ്പോൾ അതിന് അപ് ടു 10 അസസ്മെൻറ്റ് ഇയേഴ്സ് 100% അതാണ് വേണ്ടത്, 100%. അപ്പോൾ ഇവിടെ ഈ 100% എന്ന് പറയുന്നിടത്ത് ചെറിയൊരു കാര്യം കൂടി പറയാണ്ട്, ആദ്യത്തെ 5 വർഷം 100% കിട്ടും, ഫസ്റ്റ് 5 ഇയേഴ്സ്. ഓക്കെ, ദെൻ പിന്നീട് വരുന്ന 5 വർഷം 30% കേട്ടോ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ 100% 10 വർഷം എന്നുള്ളതിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ 5 വർഷം 100% കിട്ടുന്നു, പിന്നുള്ള 5 വർഷം 30% ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. 80IAB ഇതും ഇത്തരത്തിലുള്ള അണ്ടർടേക്കിങ്ങിനുള്ള തന്നെയാണ്. പക്ഷേ അതെന്താണ്, അത് സ്പെഷ്യൽ എക്കണോമിക് സോണിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതായിരിക്കും. അവിടെ 10 വർഷം വരെ അതിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട, അതൊക്കെ ഡിഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2005-2017 കാലഘട്ടത്തിനുള്ളിൽ തുടങ്ങിയ സ്ഥാപനമായിരിക്കണം. 31/3/2005 മുതൽ അതുപോലെ 1/4/2017 എന്നുള്ളതാണ്. അതിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം പറഞ്ഞു കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് 10 വർഷത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് ടാക്സ് അടയ്ക്കേണ്ട. ഈ 10 വർഷം എന്നുള്ളത് 15 വർഷത്തിൽ ഏതെങ്കിലും തുടർച്ചയായിട്ട് വരുന്ന 10 വർഷമാണ്. 15 വർഷത്തിൽ ഏതെങ്കിലും തുടർച്ചയായിട്ട് വരുന്ന 10 വർഷം. ആ 10 വർഷങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ പ്രോഫിറ്റിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. അതാണ് ATIAB എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ATIB ഉണ്ട്. എല്ലാ അസസിക്കുള്ളതാണ്. പ്രോഫിറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അതർ ദാൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബിൽഡിംഗ് പ്രൊജക്റ്റ്. ഇത് അപ് ടു 10 അസസ്മെൻറ്റ് ഇയേഴ്സ് ആണ്. ഇനി അങ്ങനെ ജസ്റ്റ് വായിച്ചു പോവാണ്. ഇത് ഇതേപോലെ എഴുതി വെച്ചാൽ മതി. ചാർട്ടാക്കി തന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ATIC ഉണ്ട്. ATIC എന്ന് പറയുന്നത് സർട്ടൻ അണ്ടർടേക്കിംഗ് ഇൻ സർട്ടൻ സ്റ്റേറ്റ്. ചില സ്റ്റേറ്റുകളിൽ, അത് സ്റ്റേറ്റൊക്കെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ ഡിഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില കേസുകളിൽ അതെന്താണ് 10 അസസ്മെൻറ്റ് ഇയർ വരെ 100% ആണ്. ചില കേസിൽ എന്താണ് 5 അസസ്മെൻറ്റ് ഇയർ 100%, അടുത്ത 5 അസസ്മെൻറ്റ് ഇയർ 30%. അങ്ങനെ മൊത്തം 10ൽ 5 ആക്കി 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് നടത്താം. ഓക്കെ. ഈ ATIC ഞാൻ സെപ്പറേറ്റ് ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ, അതിൻ്റെ കൺഫ്യൂഷൻ മാറി കിട്ടും. ദെൻ ATJJA, അത് ഇപ്പോൾ ന്യൂ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 30% അഡീഷണൽ എംപ്ലോയ്മെൻറ്റ് കോസ്റ്റിൻ്റെ 30% നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ATJJA. പിന്നെ ATP ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടുന്നതാണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻകം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് നിങ്ങൾ അഗ്രികൾച്ചറോ മാർക്കറ്റിംഗ് ബാങ്കിങ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന് നിങ്ങൾക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 100%, മറ്റ് ആക്ടിവിറ്റീസിൽ നിന്നാണെങ്കിൽ 50,000 രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. then ATQQB ഉണ്ട്. അത് റോയൽറ്റി ഓൺ സർട്ടൻ ബുക്സ് ആണ്, ചില ബുക്സുകൾക്കാണ്. ഇത് ഇൻഡിവിജ്വലിന് മാത്രമാണ് സാധാരണ ഈ QQB കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 3 lakh ആയിരിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എത്രയാണോ റോയൽറ്റി കിട്ടുന്നത് അത്, അല്ലെങ്കിൽ 3 lakh ആക്ച്വൽ റോയൽറ്റി റിസീവ്ഡ് ഓർ 3 lakh വിച്ച് എവർ ഇസ് ലെസ്, അതായിരിക്കും ഇതിൻ്റെ ഒരു മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ATRRB സെയിം ഡിഡക്ഷൻ തന്നെ കിട്ടുന്നത്, പക്ഷേ അതെന്താണ് റോയൽറ്റി ഓൺ പാറ്റൻ്റ് ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കുക. ഓക്കെ. പിന്നെ TTA ഉണ്ട്. TTA എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനും HUFനും കിട്ടുന്നതാണ്. പ്രധാനമായിട്ടും ഇൻട്രസ്റ്റ് ഓൺ സേവിങ് അക്കൗണ്ട് ആൻഡ് പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ട്, ഇതിന്നൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ ഓരോ ഡെപ്പോസിറ്റ് ആണല്ലോ. സേവിങ് ബാങ്ക് അക്കൗണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ സാധാരണഗതിയിൽ ഇതൊക്കെ അതർ സോഴ്സിൽ നമ്മൾ ഈ ഇതിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റൊക്കെ കാണിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു അതർ സോഴ്സിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു എമൗണ്ട് നമുക്ക് 10,000 വരെ യഥാർത്ഥത്തിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ, അല്ലെങ്കിൽ ₹10,000 വിച്ച് എവർ ലെസ്, അതിൽ ഏറ്റവും കുറവ്, അത്രയും നമുക്ക് എന്താണ് ഒരു ഡിഡക്ഷൻ ഇവിടെ കിട്ടും. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ATU എന്ന് പറയുന്നത് റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രമുള്ളതാണ്. ATU എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിസേബിൾഡ് പേഴ്സണായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനൊരു ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ, അംഗവൈകല്യമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് 75,000 നോർമൽ ഡിസേബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ 1,25,000 രൂപ വരെ കുറയ്ക്കാൻ പറ്റും, ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ഇത് നമ്മൾ ഇതിന് മുന്നേ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ATU എന്ന് പറയുന്ന സംഭവം. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൻ ഇൻകം എന്ന ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ. ഇനി കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് കണക്കുകളൊക്കെ വരുമ്പോൾ അതിൽ ഡീറ്റെയിലിലേക്ക് പോകാം. ഓക്കെ. പിന്നെ ATIC നമ്മളൊരു ചാർട്ട് തരാമെന്ന് പറഞ്ഞല്ലോ, അതാണിത്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം അണ്ടർടേക്കിംഗ് എൻ്റർപ്രൈസ് ഇൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്, ആ സ്റ്റേറ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടില്ലേ. അപ്പോൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഓർ എൻ്റർപ്രൈസസ്
ഇത് തുടങ്ങുന്നത് 22/12/2002 ടു 1/4/2012 വരെയുള്ള തുടങ്ങിയ സ്ഥാപനമാണ്. സ്റ്റേറ്റ് സിക്കിമിൽ അതിൻ്റെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് അതൊരു കമ്പനി ആണെങ്കിൽ 100%, കമ്പനി അല്ലാത്തതും ആണെങ്കിലൊക്കെ 100% തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും 100% ആണ്. 10 വർഷം വരെ, കമ്മിങ് 10 ഇയേഴ്സ് വരെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ കിട്ടും. ഇനി 23/12/97 മുതൽ 1/4/2007 ഇതിൻ്റെ ഉള്ളിൽ തുടങ്ങിയിട്ടുള്ള സ്ഥാപനം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതും ഇതുപോലെ തന്നെയാണ് 100% 10 വർഷം കിട്ടും. ഇനി 2003 ടു 2012 ഉള്ളിൽ ഈ പീരീഡ് നോക്കുക. ഓക്കെ, ഹിമാചൽ പ്രദേശ് ഓർ ഉത്തരാഞ്ചൽ ഇതൊക്കെ 100% കിട്ടും ആദ്യ 5 വർഷത്തിന്. പിന്നത്തെ 5 വർഷത്തിന് കമ്പനി ആണെങ്കിൽ 30%, കമ്പനി അല്ലെങ്കിൽ 25%. ഇതാണ് ATIC എന്ന് പറയുന്ന. ഒന്നും കൂടി ഡീപ്പായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്കിൽ വരച്ചിടുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ATG ആണ്. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അതിൽ നമുക്ക് അതിൻ്റെ കണക്ക് കൂടി നമുക്ക് അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ച് ഡെപ്തിലേക്ക് പോകേണ്ട, കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ്.